എന്റെ വീഡിയോ കാണാൻ അച്ഛ സമയായി പള്ളിയിൽ കുർബാനോടെ വലിച്ചു നീ ഒരുങ്ങിയാ ഒരു കുപ്പി പെർഫ്യൂം തീർത്തിട്ട് ഇറങ്ങുക. ഇത് പൊളിക്കാൻ പോവും. അങ്ങോട്ട് വന്നിട്ട് കാര്യം മേക്കപ്പ് അല്ല പൈസ കിട്ടുന്നുണ്ട്. എന്താ സ്പെഷ്യൽ? മൊത്തം ചിക്കൻ അല്ലായിരുന്നോ? വേണ്ട, ഫിഷ് മേടിക്കാനോ? ഫിഷ് ഒന്നും മേടിക്കണ്ട, ഇന്ന് പപ്പടവും ഇതൊക്കെ മതി. ഇതാക്കാനോ? ഫുൾ വെജിറ്റേറിയൻ. ഓക്കെ. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അടിപൊളിയായിരുന്നു. പീസ് ഓഫ് മൈൻഡ്. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ കുടുംബമായിട്ടൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഒരു സംഭവമാണ്. ഇതില്ലെങ്കിൽ ലൈക്ക് ഒരു ഇൻകംപ്ലീറ്റ് ആയതുപോലെയാണ് നമ്മുടെ ഒരു വീക്ക്. അപ്പം അച്ഛനും ലിയോണും കൂടി ഇവിടെ ഷോപ്പിലൊക്കെ പോയി എന്തൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ആക്ച്വലി ബ്രഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ചേർന്ന ഒരു സംഭവം. അപ്പം എന്തൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ മേടിച്ചിട്ട് വന്നത്. സോ ദെൻ വി വിൽ പ്ലാൻ വാട്ട് വി ആർ ഗോണ കുക്ക്. തേങ്ങാപ്പാലും പഞ്ചസാരയും അരിപ്പുട്ടും നല്ല. ഇപ്പൊ പള്ളിയിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടാ. കേസ് ഇന്ന് എല്ലാവർക്കും പരീക്ഷയാണ്. കേസിക്ക് ഏത് പരീക്ഷ? നാളെ മലയാളം, ലിയോണ് മാത്സ്. അച്ഛനോ? അച്ഛൻ പിന്നെ എല്ലാ ദിവസവും പരീക്ഷണങ്ങളാണല്ലോ അല്ലേ. ഗൈസ്, ഇപ്പോൾ രാവിലെ ഞായറാഴ്ച നമ്മൾ അരിപ്പുട്ടും പഴവും പിന്നെ തേങ്ങാപ്പാലും ഒക്കെയാണ്. അപ്പം ഇത് ഇൻസ്റ്റൻറ്റ് അരിപ്പുട്ടാട്ടോ. സാധാരണ ഞങ്ങൾ ഈ അരിപ്പുട്ടൊക്കെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മാവാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. പക്ഷേ ഇന്ന് അരിമാവൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഒരു സാധനം മേടിച്ചതാണ്. അപ്പോൾ അതിനകത്ത് 2 കപ്പ് അരിമാവ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് വെക്കണമെന്നാണ്. അപ്പം ഇതിപ്പോൾ 2 കപ്പുണ്ട്. അപ്പോൾ 2 കപ്പ് അരിമാവും പിന്നെ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ കുതിർക്കാൻ വെച്ചേക്കാണ്. 20 മിനിറ്റ് കുതിർക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ. പുട്ടിൻ്റെ പൊടി റെഡിയായി ഓൾമോസ്റ്റ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് തേങ്ങ ഇട്ടാൽ മാത്രം മതി. ചിരവയിൽ തിരുവന്ന് എനിക്ക് എന്താ പറയുക മടിയാണ്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഈസി പരിപാടി നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സോ ദിസ് ഇസ് വാട്ട് ഐ ഡു. ഇളക്കി ഗൈസ്, ബി കെയർഫുൾ. കാരണം ഈ സംഭവങ്ങളൊക്കെ നല്ല ഡേഞ്ചർ പിടിച്ച പണിയാണ്. സോ ഒരു അരി പിടിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പീര ഈസ് റെഡി. പറഞ്ഞില്ലേ ഗൈസ്, ഇതുപോലെ എല്ലാം കൂടി ഉണ്ടാക്കിടുക. വിശക്കണ്ട. ഞാൻ പകുതി എൻ്റെ ബ്ലോഗും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാകുള്ളൂ. എൻ്റെ ഗൈസ് ഉപ്പിടാൻ മറന്നായിരുന്നു. കുറച്ച് ഉപ്പ് കൊടുക്കണം. അത് ഗൈസ് ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് വെറും 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. ഓക്കേ. തേങ്ങ വെള്ളം കൊള്ളാമോ? ഇല്ല, കുടിച്ചോ. എനിക്ക് ഇഷ്ടമില്ല മാറ്റി വെള്ളം. പുട്ടും പഴവും മാത്രം പോരെ? പുട്ടും പഴവും നല്ല പഴുത്ത പഴം. അത് മറന്നില്ലായിരുന്നു അച്ഛാ. പുട്ടും പഴം അടിപൊളി അച്ഛാ. എല്ലാ ദിവസവും പച്ചക്കറിയും ചിക്കനും തിരിച്ച് ഞാൻ പുട്ടും പഴവും ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചപ്പം അതിന് കൂടെ ഇപ്പൊ തേങ്ങാപ്പാലും കൂടെ വേണോ ഗൈസ്? ഒരു ബ്ലോഗ് എടുക്കുമ്പോ അതില് ഞാൻ ഒഴിച്ച് വേറെ ആർക്കും ഇല്ല എക്സ്പ്രഷൻ. ഒരു സ്റ്റോൺ ഫേസ് ഇത്, ഒരു സ്റ്റോൺ ഫേസ് ഇത്, ഒരു സ്റ്റോൺ പക്ക സ്റ്റോൺ ഫേസ് കരിമ്പാറക്കല്ല് മേളിലിരുന്നു. നമ്മളതല്ലേ ആക്ച്വലി നാച്ചുറൽ ആക്ടിങ് ഫേസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പറയുക ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സാണ്, ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സിനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അവിടെ ഇരുന്നിടത്ത് തള്ളുന്നുണ്ടല്ലോ. ഞാൻ എവിടെ ഞാൻ തള്ളി? ഞാൻ
ഉള്ള പച്ചയായ ഗൈസ് ആ ഗൈസ് എന്ന് പറഞ്ഞ പിന്നെ വിളിക്കണ്ടേ ഞങ്ങൾക്ക് ഗൈസിനേക്ക് ഗൈസ് എന്ന് പറഞ്ഞാൽ മതി. വേണ്ട, മിച്ചറിന്റെ മണം എനിക്കറിയാം. മിച്ചറിന്റെ മണം എനിക്കറിയാം. വേണ്ട, പോ. ഒരു ബൈറ്റ് എടുത്ത് നോക്ക്. ഇത് ഇതായിട്ട് സ്വർഗം കാണും. എന്തുവാ അച്ഛാ ഇത്? വേണ്ട, ആവശ്യമില്ല. ഒരു പഴത്തിന്റെ ബൈറ്റ് എടുത്ത്. ആ പഴത്തിന്റെ ആണോ ഇത്? തട്ടണി വായിക്കാത്ത തട്ടണി വായിക്കാത്ത വിശപ്പ് ഗൈസ്, ഭയങ്കര വിശപ്പ്. ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വിശപ്പാണ്. സോ വി ആർ ഗോയിങ് ടു ഈറ്റ്. നാണമില്ലല്ലോ ഒരു മലയാളിയുടെ മലയാളം എഴുതാൻ അറിയാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊക്കെ ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയാല്ലേ? ബീഫൊന്നും മേടിക്കത്തില്ലെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞ? പിന്നെന്ത് മേടിച്ചത്? ഇന്ന് ഉണക്കയും ചമ്മന്തിയും പയറും ഒക്കെയാന്ന് പറഞ്ഞിട്ട് പിന്നെ ബീഫ് മേടിച്ചെന്ത്? പറ്റുന്നില്ലല്ലേ? ഞായറാഴ്ച ഒരു കടിച്ചു പറയില്ലാതെ പറ്റുന്നില്ലല്ലേ? അല്ലേ? പറ്റുന്നില്ലല്ലേ? മാത്രം കണ്ടാ പോരെ? എന്റെ വ്ളോഗ് ഞാൻ മാത്രം കണ്ടാ പോരെ? കഷ്ടപ്പെട ഒരാൾ എന്റെ ക്യാമറ പോലും പിടിക്കാനില്ല. 50 രൂപ വാങ്ങിച്ചു ഞാൻ. എനിക്കൊരു സമയം വരും. ഗൈസ്, ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് ആക്ട് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കഴിയുമ്പോ ഞാൻ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന്റെ അർത്ഥം ആക്ടിങ് ആണെന്നില്ല. ദിസ് ഇസ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്. ദിസ് ഇസ് മൈ ലൈഫ്. മതി ഇത്രയും പുട്ട്. ടു മച്ച് കാലറി. ഇപ്പൊ നമ്മുടെ ലിയോ പുട്ടും പയറും കുത്തി. പഴം എടുത്തോടാ. എന്ത് പഴം മേടിക്കുന്നു? പോടാ, ഞാൻ അത് വെറുതെ പറയുന്നതാണ്. നീ പഴം എടുക്കടാ. ഗൈസ്, ഇവിടെയൊക്കെ കെസിയായിരുന്നു. പഴം കുത്തിക്കേറ്റ് കെസിയാ. പുട്ടും പഴം ഈസ് ദ കോമ്പിനേഷൻ. പിന്നെ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി കുത്തിക്കയറാൻ തുടങ്ങി. രണ്ടെണ്ണം മതിയോ വെച്ചാ? പഴം പാല്. ഞാൻ മാത്രം ഏത്തയ്ക്കാം. ഇന്നത്തെ എന്റെ കാപ്സ് ഇൻടേക്ക് ആണ്. ഇന്നത്തെ പുട്ടും പഴം. ഇതാണ് ഞങ്ങളുടെ സൺഡേ വ്ലോഗ്. ഒന്നും മിണ്ടാതിരിക്കാവോ? ദിസ് ഇസ് അവർ സൺഡേ. See you tomorrow guys. അപ്പം thank you so much for watching. എൻ്റെ വീഡിയോ കാണാൻ bye.